അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മാഷാ അല്ലാ, എൻ്റെ പൊന്നു മോനെ ഷാമോനെ, എന്തൊക്കെയാടാ ഈ കാണുന്നത്? ഹൗ, ഈ പൂക്കളൊക്കെ ഒരു ഭംഗി കണ്ടില്ലേ? എന്തായാലും വാണ്ടിയില്ല മോനെ, ഞമ്മക്ക് കുറച്ച് വാങ്ങിക്കൊണ്ടുപോകണം കേട്ടോ. ഉമ്മക്ക് ഏതാ ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങിക്കൊണ്ടാലോ. നമുക്ക് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടാലോ. ഷമ്മാസും നവാസും ഉമ്മയും മനോഹരമായ കാഴ്ചകൾ കാണുകയാണ്. ഉമ്മയുടെ ദുഃഖവും വിഷമവും മാറുവാൻ വേണ്ടിയിട്ട് അന്ന് നവാസും ഷമ്മാസും ഉമ്മയെയും കൊണ്ട് വയനാട്ടിലേക്ക് പോവുകയാണ്. അതെ, ഉമ്മയുടെ മനസ്സൊന്ന് തണുപ്പിക്കണം, ഉമ്മയുടെ വിഷമങ്ങളെല്ലാം തീരണം എന്നതായിരുന്നു ആ രണ്ട് ആൺമക്കളുടെയും മനസ്സിലുണ്ടായിരുന്നത്. അതെ, ആരാരുമില്ലാതെ, മക്കളും ഭാര്യമാരും ഒന്നുമില്ലാതെ പ്രിയപ്പെട്ട ഉമ്മയെയും കൊണ്ട് വയനാട്ടിലേക്ക് യാത്ര പോവുകയാണ്. എന്നാൽ അതിനിടയിൽ ഉസ്താദിനെയും വിളിച്ചിരുന്നു. നമ്മുടെ ഫൈസി ഉസ്താദും സമീറയും ഐഷുവും അവരോടും വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഷമ്മാസ് ആ കഥ പറഞ്ഞത്. ഉമ്മ, പിന്നെ വയനാട്ടില് കൽപ്പറ്റയിൽ നല്ല ഫ്ലവർ ഷോ എടുക്കണ്ടല്ലോ. പൊന്നു മോനെ, എന്നാൽ വേഗം വിട്ടൂടെ അങ്ങോട്ട്. ഉമ്മാക്ക് കുറച്ച് പൂക്കളും ചെടിയൊക്കെ ഒന്ന് വാങ്ങണം. അങ്ങനെ അവരെല്ലാവരും വയനാട്ടിലെ കൽപ്പറ്റയിലേക്ക് ഫ്ലവർ ഷോ കാണാൻ പോകുന്നു. ചെടിയും പൂക്കളും എന്ന് വെച്ചാൽ ഉമ്മാക്ക് വലിയ സ്നേഹമുള്ളതാണ്. എന്നാൽ ഷാമോനും അങ്ങനെ തന്നെ. നവാസിന് പിന്നെ അതിനോട് വലിയൊരു താല്പര്യമില്ല. എന്നാലും ഉമ്മയുടെ ആഗ്രഹമല്ലേ, സാധിപ്പിച്ചു കൊടുക്കാം എന്ന് കരുതി അങ്ങനെ വയനാട് ഫ്ലവർ ഷോയിലേക്ക് പ്രവേശിക്കുകയാണ്. പൊന്നു മോനെ, ഇവിടെ പുറത്തന്നെടാ എത്ര എത്ര പൂക്കളാ അല്ലേ. ഉമ്മ, ഇതല്ല, അതിനകത്തേക്ക് പ്രവേശിക്കാം. അതിനകത്തേക്ക് പ്രവേശിച്ചിട്ട് നമുക്ക് എല്ലാ പൂക്കളും കാണാം കേട്ടോ. എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളുള്ള പൂക്കളും ചെടികളും എല്ലാം ഉണ്ടാവുമ്മ. അതുമാത്രമല്ല, ഉമ്മാനൊന്ന് ഊഞ്ഞാലി അടിക്കണം. എന്തേ? പെട്ടെന്നാണ് ഒരു ബസ് അങ്ങോട്ട് വന്നത്. ഐഷുമ്മ അവരെ നോക്കി, പൊന്നു മോനെ, ടൂറ് വന്നാ തോണ്ടില്ലടാ സ്കൂളിന്. എന്താന്നാവോ, അല്ലാ പഠിച്ചോനെ. എന്നാൽ പെട്ടെന്നാണ് ഐഷുമ്മ ആ ഒരു കാഴ്ച കണ്ടത്. റബ്ബേ, ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ദയനീയമായ കാഴ്ച. അതെ, വീൽ ചെയറുകൾ താഴോട്ടായി ഇറക്കി വെച്ചിട്ടുണ്ട്. അതെ, ഭിന്നശേഷിക്കാരായ ഒരുപാട് മക്കളായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഐഷുമ്മ അറിഞ്ഞില്ല. എന്നാൽ വീൽ ചെയർ കണ്ടപ്പോൾ ഐഷുമ്മക്ക് തോന്നി, പഠിച്ച റബ്ബേ, അല്ലാ, ഓരോ മക്കളതാ ഇറങ്ങി വരുന്നു റബ്ബേ, പഠിച്ച റഹ്മാനെ, അല്ലാ. സാധാരണ നമ്മുടെ മക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ റഹ്മാനെ. പടച്ച റബ്ബിനോട് നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. സുഖമില്ലാത്ത ഓരോ കുട്ടികളെ, ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി അങ്ങോട്ട് നോക്കടാ, ഓരോന്നിനെടുത്ത് കൊണ്ടുവരുന്നത്. ആയിഷമ്മ ശരിക്കും സങ്കടപ്പെട്ടു. ഓരോരുത്തരോരോ വീൽ ചെയറിൽ എടുത്തിട്ട് ഓരോ ഉമ്മമാർ കൊണ്ടുവരുന്ന കാഴ്ച. അതെ, ശരിക്കും ആയിഷമ്മക്ക് വല്ലാത്ത സങ്കടമായി. മോനെ, ഉമ്മാൻ്റെ പൊന്നു മോനെ, നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം ഇവർക്ക് നൽകണം കേട്ടോ. ഉമ്മ തീർച്ചയായും ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യണം. അല്ലാ റബ്ബേ, കണ്ണില്ലാത്തൊരു കുട്ടിയാണ് വരുന്നത്. പഠിച്ചോനെ, വലിയ വലിയ പെൺകുട്ടികൾ കണ്ടില്ലേ, കണ്ണിന് കാഴ്ചയില്ലല്ലോ റബ്ബേ. ആയുഷമ്മക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ആ മക്കളെയെല്ലാം കണ്ടപ്പോൾ പഠിച്ചോനെ, കണ്ട ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ ഈ പെൺകുട്ടിയൊക്കെ? ഒരു പക്ഷെ ചെവി കേൾക്കുന്നുണ്ടാവില്ല, കണ്ണ് കാണുന്നുണ്ടാവില്ല, സംസാരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. കണ്ടില്ലേ കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയാത്ത മക്കള്. റബ്ബേ, ഒരു നിമിഷം ഐഷുമ്മ കരഞ്ഞു പോയി. റഹ്മാനെ, ഇതൊക്കെ നാളെ സ്വർഗത്തുള്ള മക്കളായിരിക്കുമല്ലോ. മോനെ, ഷാമോനെ, ഒന്ന് അങ്ങോട്ട് നോക്കടാ. അതെ, ദയനീയമായി അങ്ങോട്ട് നോക്കിയപ്പോൾ ശരിക്കും ആരുടെയും കരളേൽപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അത്. അതെ, ഓരോ നടക്കുവാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരായ മക്കൾ. അതെ, കൈകൾ കൊണ്ട് ശക്തിയില്ലാത്ത, കാലുകൾ കൊണ്ട് കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരുപാട് മക്കളെയാണ് കണ്ടത്. അല്ല മോനെ, ഇവർക്കൊക്കെ ഇവിടെ ഫ്രീ ആയിട്ടാണ് ഉമ്മ കൊടുക്കുന്നത്. അവരൊക്കെ പഠിച്ചോനെ, ഇഞ്ഞു റഹ്മാനെ, കുട്ടികൾ വരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഐഷുമ്മ ആ ഒരു കാഴ്ച കണ്ട് കരഞ്ഞു പോവുകയാണ് ചെയ്തത്. അതെ, ആയിഷുമ്മ ഓരോ കുട്ടികളോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കണ്ടാൽ ഒരു കുഴപ്പമില്ലാത്ത കുട്ടികൾ, ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും. പക്ഷേ എന്തെങ്കിലും ഒരു വൈകല്യം അവർക്കുണ്ട്. ഒരു നിമിഷം ആയിഷുമ്മ വിചാരിച്ചു, പഠിച്ചോനെ, എന്നാലും ഇവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെ പ്രവേശനം കൊടുക്കുന്നുണ്ടല്ലോ കാണാൻ. അതെ, ആ മക്കളുടെ സന്തോഷം, അതെ, ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ ആ കുട്ടികൾക്ക് ഒത്തിരി സന്തോഷമായിരിക്കും.
കാരണം ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂലല്ലോ, വീൽ ചെയറിലായിട്ടും അങ്ങനെയൊക്കെ. റബ്ബേ, ആ പെൺകുട്ടിയൊക്കെ നടക്കുന്ന രംഗം ശരിക്കും പറഞ്ഞാൽ ഐഷുമ്മ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അല്ലാ റഹ്മാനെ, ഇവരൊക്കെ നാളെ സ്വർഗത്തേക്കുള്ള മക്കളായിരിക്കും. അല്ലാ, ഇവരെ കൂടി ഞങ്ങൾക്ക് സ്വർഗത്തിൽ നാളെ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നീ നൽകു റഹ്മാനെ. ഒരു തെറ്റും ചെയ്യാൻ കഴിയാത്ത മക്കള്, അതെ, അവരുടെ കൈകൾ കൊണ്ടും അവരുടെ കാലുകൾ കൊണ്ടും ഒരു തെറ്റും അവർ ചെയ്തിട്ടുണ്ടാവില്ല, കണ്ണുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതെ, സ്വയം ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത മക്കള്, ഒരാളുടെ ആശ്രയത്തിൽ ജീവിക്കുന്നവര്. ദയനീയമായ ആ ഒരു കാഴ്ച കണ്ട് ഷമ്മാസും നവാസും എല്ലാം ഒരു നിമിഷം ചിന്തിച്ചു പോയി. റഹ്മാനെ, നമുക്കൊക്കെ മക്കളുണ്ട്. അല്ലാ റഹ്മാനെ, ഇതുപോലുള്ള മക്കൾ അള്ളാഹു നൽകി പരീക്ഷിച്ചിരുന്നെങ്കിൽ റഹ്മാനെ, അള്ളാഹ് നീ കാക്കണേ റഹ്മാനെ. അവരെ നോക്കുന്ന മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകു റഹ്മാനെ. അവരെ നല്ല രീതിയിൽ നോക്കാനുള്ള ഭാഗ്യം നീ കൊടുക്ക് റഹ്മാനെ. അതെ, ഓരോ മക്കളെയും അതാ കൊണ്ടുപോവുകയാണ്. കരളിലേപ്പിക്കുന്ന ആ ഒരു കാഴ്ച, റബ്ബേ, ഒരു ബസ് നിറയെ ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളാണ് വന്നിട്ടുള്ളത്, പല രീതിയിൽ. അതെ, ഭിന്നശേഷിക്കാരായ മക്കൾ, അതെ, പൊന്നു മക്കൾ. അള്ളാഹുവേ നീ കാക്ക്. പൊന്നു മോനെ, മറക്കല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉമ്മ തീർച്ചയായും ഇൻഷാ അല്ലാ. അങ്ങനെയുള്ള എത്രയോ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഉമ്മ. അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് എന്തൊക്കെ തന്നെയല്ലേ, ഈ മക്കളെയൊക്കെ സംരക്ഷിക്കാൻ, അവരുടെ ചെലവിന് വേണ്ടിയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അത് ഓരോരുത്തർ വേണ്ടി വരും. മോനെ എന്നാ കയറട്ടെ ഉമ്മ. ആ, അങ്ങനെ അതാ അവർ എല്ലാവരും കൂടി അതാ കൽപ്പറ്റയിലെ ആ ഫ്ലവർ ഷോൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പൊന്നുമ്മയുടെ കൂടെ അവർ നടക്കുമ്പോൾ അവർക്ക് അവരുടെ പഴയ കാലമാണ് ഓർമ്മ വന്നിരുന്നത്. അതെ, മക്കളും ഭാര്യമാരും ഇല്ലാത്ത ജീവിതം. മോനെ അങ്ങോട്ട് നോക്കടാ. ഉമ്മ, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ പൂവ്. ആ മോനെ, നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ലൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു, ഇപ്പം ഉമ്മക്ക് നേരം കിട്ടായിട്ട്. ആ പിന്നെ നമ്മളെ സെമി കുറേ ചെടിയും പൂക്കളൊക്കെ അവിടെ കൊടന്ന് കുഴിച്ചിട്ടിരിക്കണ റോസാപ്പൂക്കളായിട്ടും, അതുകൊണ്ട് കുറച്ചൊക്കെ പൂക്കളുണ്ട്. മോനെ, കുറച്ച് പൂക്കൾ വാങ്ങിപ്പോയാലോ? ഉമ്മ ആയിക്കോട്ടെ, ഉമ്മക്ക് ഏതാ ഇഷ്ടം? ഇതൊക്കെ മോനെ ജമന്തിയാണോ? എന്ത് രസമുള്ള കളറാലേ, നല്ല പിങ്ക് കളറും നല്ല ഓറഞ്ചും, എന്ത് ഭംഗിയാണ് പഠിച്ചോനെ. ഷാമോനെ, ഉസ്താദിനെ വിളിച്ചു നോക്ക്, ഇത്ര നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാലോ അവർക്ക്. ഒന്ന് വിളിച്ചു നോക്കും ഉമ്മാൻ്റെ കുട്ടി. ഓ, എന്ത് ഭംഗിയുള്ള പൂക്കൾ പഠിച്ചോനെ, പിങ്ക് കളർ, ഡാർക്കും ലൈറ്റും പിങ്കൊക്കെ ആയിട്ട്. മോനെ, വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഫോൺ കൊണ്ട് സെമീറാൻ്റെ അടുത്ത് നിന്ന് കൊടുക്കാൻ പറയട്ടെ. അപ്പോൾ തന്നെ അതാ ഷമ്മാസ് വിളിക്കുന്നു ഉസ്താദിന്. ഹലോ ഉസ്താദ്, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ കൽപ്പറ്റ ഫ്ലവർ ഷോയിലാണുള്ളത്. നിങ്ങൾ വരുമോ? ഞങ്ങളിവിടെ ഉണ്ട്. ഇവിടെ അടുത്ത് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. ഉസ്താദേ, വൈഫ് അവിടെ അടുത്തുണ്ടോ? ഉമ്മാക്ക് എന്തോ സംസാരിക്കണമെന്ന്. ആ, കൊടുക്കുക മോളെ. സെമി എന്നാ. ഹലോ മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ പൊന്നാര കുട്ടിയെ, ഇങ്ങോട്ട് പോര് വയനാട്ടിക്ക്. ഉമ്മ, ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് വരേണ്ടത്? ഒന്നുമില്ലേ, കൽപ്പറ്റയാണ് സ്ഥലം. കൽപ്പറ്റ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ മതി. ആരോട് ചോദിച്ചാലും അവിടെ അങ്ങനെ കൽപ്പറ്റ തന്നെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു അനൗൺസ്മെൻറ്റ് മാത്രമാണ്. പൊന്നു മോളെ, വേഗം പോരിട്ടാ, ഷാമോനോട് പറയട്ടാ. ഇവിടെ നല്ല റിസോർട്ട്, നല്ല തണുപ്പാണെടി. ഇന്നേരം തന്നെ നല്ലോണം തണുപ്പ് കണ്ട് തുടങ്ങിക്കണേ. ഇപ്പം നല്ല രസമല്ല, ഡിസംബർ അല്ലേ, മഞ്ഞും ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പൊന്നു മോളെ, ഇവിടെ എല്ലാവരും വരുന്നുണ്ട്, പുതിയാപ്പിളിയും പുതിയണ്ണും വരുന്നുണ്ട്, ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. എന്ത് രസമുള്ള കാഴ്ചകളാണോ കാണുമ്പോൾ. നമുക്ക് കണ്ട് കണ്ണിന് കുളിർമയേകുന്ന രീതിയിലാണ് മോളെ ഇവിടുത്തെ പൂക്കളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. വേഗം പോരിട്ടോ. ആ ഉമ്മ, ആയിക്കോട്ടെ. ആ, എന്നാ ആയിക്കോട്ടെ, ശരി. അതെ ഇക്ക, പിന്നില്ലേ, നമുക്ക് അങ്ങോട്ട് പോയാലോ? ആയിക്കോട്ടെ, ഉമ്മ തന്നെ സജസ്റ്റ് ചെയ്ത സ്ഥലത്തേക്ക് ആദ്യം പോകാം. നമ്മളെന്തൊക്കെ തന്നെയാലും ആദ്യമായി അണിമൂൺ ആഘോഷിക്കാൻ വയനാട്ടിലേക്ക് വരില്ലേ. അപ്പം പിന്നെ ഉമ്മയുടെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. എന്തായാലും ഉമ്മ ഉള്ളതും സന്തോഷം അല്ലേ, വല്ലാത്ത സന്തോഷം തന്നെയാണ്. അവർ രണ്ടുപേരും അങ്ങനെ പറഞ്ഞുകൊണ്ട് യാത്രയിലാണ്. ഐഷു പറഞ്ഞു, ഉമ്മച്ചി നല്ല പൂക്കളൊക്കെ ഉണ്ടോ അവിടെ? അതേ മോളെ, നല്ലതുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയില്ല മോളെ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഐഷുമ്മ എന്താ വീഡിയോ ഒക്കെ വിട്ട് തന്നിക്കണേ, നോക്കട്ടെ. മാഷാ അല്ലാ, ഇത്രയധികം പൂക്കളോ? ഓഹ്, അതിഗംഭീരം തന്നെയല്ലേ. എത്ര ഐറ്റംസാണ് പൂക്കളൊക്കെ. ഓ, ഐഷുമ്മ നല്ലോണം വീഡിയോ എടുത്തൊക്കെ വിടുന്നുണ്ടല്ലോ. മാഷാ അല്ലാ. നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല അടിപൊളി സ്ഥലം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഐഷുമ്മ, പൊന്നുമോനെ, ഷാമോനെ, എന്തോ ഉമ്മ, പിന്നെ
നല്ല രസമല്ലേ ചെടികളൊക്കെ. ഇതെങ്ങനെ മോനെ കൊണ്ടുപോയാൽ നമ്മളെ കാലാവസ്ഥക്ക് പറ്റുവെക്കില്ലേ? എങ്ങനെ അറിയില്ല. ഇവിടെ തണുപ്പും മഞ്ഞൊക്കെ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാകും. ഉമ്മ ഇത് എല്ലാ വർഷവും ഇവിടെ ഉണ്ടാകുന്നത് തന്നെയാണല്ലോ. മോനെ ഞാൻ വന്നിക്കണ ഒരു കുറി, പക്ഷെ ഇത്രമാത്രം നല്ല പൂക്കളില്ല ഞാൻ ഇപ്രാവശ്യമാണ് കാണുന്നത്. അന്ന് ഇത്ര ഉണ്ട് പോരെ, ഇനി വെയിലോണ്ടോ അറിയില്ല. ഇപ്പം പിന്നെ മഞ്ഞും നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല മട്ടത്തിൽ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണല്ലേ. എന്താണ് രസം റബ്ബേ. ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഉമ്മ നിങ്ങൾ കേട്ടിട്ടില്ലേ, വീട്ടുമുറ്റത്ത് നമ്മൾ പൂക്കൾ നട്ട് പിടിപ്പിക്കണമെന്ന്? ഓ എന്ത് ഭംഗിയാണ് മാഷാ അല്ലാ ഈ ഒരു പൂക്കളൊക്കെ കാണാൻ. അതെ, വീട്ടുമുറ്റത്ത് നമ്മൾ പൂക്കൾ ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം സമാധാനം അത് വല്ലാത്തത് തന്നെയാണ് അല്ലേ. ഓ മോനെ ഇങ്ങോട്ട് നോക്കടാ, ഇതൊക്കെ സീനിയ പൂക്കളാണോ? ഉമ്മ പേരൊക്കെ അതിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട്. പഠിച്ചോനെ കണ്ണത്താ ദൂരത്തോളുണ്ടല്ലോ മോനെ. ആ ഉമ്മ എത്രയാണല്ലേ പൂക്കള്. ആയുഷുമ്മക്ക് സന്തോഷമായി. ഉമ്മ നിങ്ങൾക്ക് സന്തോഷമായോ? എൻ്റെ പൊന്നും മോനെ, മനസ്സിൽ കുറച്ച് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലേ ഈ പൂക്കളും ചെടികളൊക്കെ കണ്ടപ്പോഴേ മനസ്സ് വല്ലാതെ അങ്ങോട്ട് ആ പ്രയാസം കൊണ്ട് പോയി കിട്ടി. അതെ, അള്ളാഹു സുബ്ഹാനഹു സൃഷ്ടിച്ചതാണല്ലേ ഈ ഒരു പൂക്കളൊക്കെ. പടച്ച റബ്ബ് എത്ര പൂക്കൾ ഇനങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഹോ മോനെ, ഇവിടെ എത്ര സുന്ദരമാണെങ്കിൽ സ്വർഗ്ഗലോകം എങ്ങനെ ആയിരിക്കില്ല മോനെ. ഉമ്മ അത് ശരിയാണ്. നമ്മൾ ദുനിയാവിൽ എന്തൊക്കെ തന്നെ കാഴ്ചകൾ കണ്ടാലും സ്വർഗത്തിൽ നിന്ന് കാണുന്ന പോലെ ആവില്ലല്ലോ ഉമ്മ. അവൻ്റെ റബ്ബേ കുഞ്ഞോ മോനെ, എനിക്കിത് വാരി കൊണ്ടാൻ തോന്നണം. ഉമ്മ അത് ഒരു പീസായിട്ട് കിട്ടും. അതാ ഇതിവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചതന്നല്ലേ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോകാൻ എല്ലാ ഐറ്റംസിലുള്ള പൂക്കളും ഇഷ്ടം പോലെയുണ്ട്. മോനെ നുസിക്ക് കുറച്ച് അയച്ചു കൊടുത്താ. ഈ ഫോട്ടോകളൊക്കെ ഒന്ന് എടുത്തുകാണ്ടേ നുസിക്ക് അയച്ചു കൊടുക്ക്. നുസൈബൊക്കെ അയച്ചു കൊടുത്ത്. മോനെ നവാസേ ഓൾക്കും കുറച്ച് അയച്ചു കൊടുത്താളാ. ആ ഓളിപ്പോൾ അങ്ങനെ പൂവ് കാണണ്ട. ഓള് കുറേ ഞാൻ കൊണ്ടേക്കണം അവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ ഗൾഫിൽ നിന്ന് ഏത് സമയം അവിടെ ഫ്ലവർ ഷോ ആയിട്ടും നാഷണൽ ഡേ ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഓൾക്ക് പോരായിരുന്നല്ലോ. പഠിച്ചോനെ ഇതെന്താ? ഉമ്മ ഇത് ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ല, അവിടെയാണെങ്കിൽ വാട്ടർഫാൾസും ഇവിടെ ഒരു ശരിക്കൊരു പൂന്തോട്ടം. എന്ത് കരുത്തുറ്റ പൂക്കളിലുമ്മ, നല്ല ഭംഗിയുണ്ട്. മോനെ ശരിയാണടാ. അതെ, ഓ എന്ത് രസമാണ് റബ്ബേ. സ്വർഗ്ഗപ്പൂന്തോപ്പ് പോലെ അങ്ങോട്ട് തോന്നാണ്. എൻ്റെ ഉമ്മ സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല കേട്ടോ. ഇത് ദുനിയാവിൽ ഭൂമിയിൽ ഇത്ര നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണുമെങ്കിൽ അപ്പോൾ സ്വർഗ്ഗലോകം എങ്ങനെ ആയിരിക്കും അല്ലേ. അത്രക്കും ഭംഗിയുള്ള മനോഹരമായ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് ശരിക്കും ഐഷുമ്മ അത്ഭുതപ്പെട്ടു പോയി. മോനെ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് സമാധാനപ്പെട്ടുടാ. അതൊക്കെ കണ്ടപ്പോഴേ എന്തൊരു സമാധാനമല്ലേ ഇതൊക്കെ കണ്ട് കാണുമ്പോൾ. എന്തൊരു സന്തോഷമാണ് റബ്ബേ. പഠിച്ചോനെ എത്ര പൂക്കളും ചെടികളും. ഹോ മോനെ അതിനിടയിൽ ഓരോ കച്ചവടങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലേ. ഉമ്മക്ക് ഐസ്ക്രീം വേണോ? വേണ്ട മോനെ, എനിക്ക് ഇതിങ്ങനെ കണ്ടാൽ തന്നെ മതി. ഐസ്ക്രീം ഒന്നും വേണ്ട മോനെ. നവാസേ കുറച്ചെണ്ണം അയച്ചു കൊടുത്താളാ. നമ്മളെ ഗ്രൂപ്പിലെ കുറച്ചെണ്ണം ഇട്ടുകൂടി. കാണാത്തോലൊക്കെ ഒന്ന് വന്ന് കാണട്ടെ. കണ്ടിയിൽ ഓരോ പെൺകുട്ടികളൊക്കെ വന്ന് കണ്ട് ഫോട്ടോ പിടിക്കണേ അല്ലേ. നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ. മോനെ ഒന്ന് വിളിച്ചു നോക്ക, എത്താനായി ചോദിച്ചു നോക്കാം. ഉസ്താദും സമീറി എവിടെ എത്തി ചോദിച്ചു നോക്കാം. അപ്പോൾ തന്നെ ഷമ്മാസ് അത് വിളിക്കുന്നു. ഹലോ ഷാമോനെ, ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. നിങ്ങളവിടെ എത്തിയോ? എൻജോയ് ചെയ്യട്ടോ. ഉസ്താദേ ഞങ്ങൾ എത്തി, പക്ഷേ ഉമ്മാക്ക് ചെടിയുടെ വിശേഷങ്ങൾ നോക്കലും കാണലും തന്നെയാണ്. എന്തായാലും ഒരു ലോറി വിളിക്കേണ്ടി വരുന്ന തോന്നുന്നത്. മോനെ അങ്ങോട്ട് നോക്ക്, മാഷാ അല്ലാ നല്ല ഭംഗിയുള്ള പൂക്കളില്ലേ. എത്ര മട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഉമ്മ അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഉമ്മ. പഠിച്ചോരെന്താ മെലസ്റ്റോമേ? എന്തുമ്മ പേര്? മെലസ്റ്റോമ അല്ലേ? എൻ്റെ പൊന്നാര കുട്ടിയെ കണ്ടില്ലേ, നിറയെ മെലസ്റ്റോമിൻ്റെ ഒരുപാട് കളക്ഷൻസ്. മോനെ തന്നെയല്ലേ പേര്? എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. എൻ്റെ ഉമ്മ നിങ്ങളല്ലേ ചെടികളെ വീഡിയോ ഒക്കെ കാണല്, അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഉമ്മ. മെലസ്റ്റോമേനാണെന്ന് തോന്നുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. മോനെ ഇത് കണ്ടില്ല, ഇത് ചട്ടിയിലൊന്നല്ലല്ലേ, നിലത്തൊന്നായിട്ട് വെച്ചേക്കാണ്. എന്തായാലും എപ്പോഴാണ് അവൻ്റെ സെമി വരല്ലേ. ഉമ്മ നിങ്ങൾക്ക് കൊതിയായോ? പെട്ടെന്നത് നവാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. മോനെ ആരാടാ? പെട്ടെന്ന് നോക്കിയപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, സൗദയായിരുന്നു. ഫോൺ എടുത്തില്ല. അതെ, കട്ടാക്കിയതുമില്ല, അവിടെ തന്നെ വെച്ചു. അത് സൈലൻറ്റ് മോഡിലാക്കി വെച്ചു.
പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, പൊന്നു മോനെ അങ്ങോട്ട് നോക്ക്, റോസാപ്പൂക്കളുടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ്, മാഷാ അല്ലാ. ഉമ്മ, ഞാനൊരു റോസാപ്പൂവിൻ്റെ തോട്ടം ഉണ്ടാക്കിയിരുന്നല്ലോ. ആ, റോസാപ്പൂവിൻ്റെ തോട്ടമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതോടു കൂടി എൻ്റെ കയ്യിൽ റോസാപ്പൂ കിട്ടിയപ്പോഴേ ഉമ്മാൻ്റെ കുട്ടി അത് കുറച്ച് മറന്നിക്കണമെന്ന് സംശയം. എൻ്റെ ഉമ്മ, എനിക്കറിയാം, നുസൈബാനെ കെട്ടണതിന് മുമ്പ് എപ്പോഴും റോസാപ്പൂ ഉണ്ടാക്കലായിരുന്നു. എന്നിട്ട് അതിലെ പൂമൊട്ടിനെ നോക്കിയിട്ടും അതിനോട് സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. ഏതായാലും എൻ്റെ പൊന്നാര കുട്ടിയെ ഇവിടെ വന്നത് നല്ല മുതലായിട്ടോ. വയനാട്ടുകാർ വരികയാണെങ്കിലും പൊന്നാര മക്കളെ ഒന്നും ഇങ്ങോട്ട് കയറിക്കോളി, വന്ന് കണ്ടു പോയിക്കോളി, അത്രക്കും ഭംഗിയുള്ള കാഴ്ചകളാണെന്ന്. ഒന്നും ഉമ്മാൻ്റെ കുട്ടി ഗ്രൂപ്പിലൊന്നാണ്ട് വോയിസ് ഇട്ടാളേ, വീഡിയോ ഇട്ടെടുത്തുകാണ്ട്. ആയിക്കോട്ടമ്മ, ഇപ്പോൾ വരുന്നവരിപ്പോൾ ആരും ഇല്ലല്ലോ, 3 പേർക്കും പ്രശ്നമാണ് എന്ന് വെച്ചാൽ അല്ലേ. നുസിയാണെങ്കിൽ പ്രസവിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. പിന്നെ പ്രഗ്നൻ്റ് ആയവരും ഒക്കെ പറ്റുന്ന ആൾ വരുന്നുണ്ടല്ലോ. അതേ മോനെ, അവരെങ്കിലും വന്ന് കാണട്ടെ. പാവം ആ കുട്ടി ജീവിതത്തിൽ ടൂറ് പോയിട്ടില്ലല്ലോ. എന്നോട് പറയാണ് നാള്, ഉമ്മ ഞാൻ ടൂറ് പോയിട്ടേ ഇല്ല എവിടേക്കും. എന്നാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ. അങ്ങോട്ട് നോക്ക് ഷാമോനെ, ഡാലിയ പൂക്കൾ ഒരുപാടുണ്ടല്ലോ. ഉമ്മ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ടാവുമോ? ഉണ്ടാതൊക്കെ ഒന്നുമില്ല, അതിനായിട്ടുള്ള വെള്ളമൊക്കെ കൊടുക്കേണ്ടി വരും, അതുകൊണ്ടായിരിക്കും. ഉമ്മ എന്താ പറഞ്ഞത്? സെമീറ? അതേ മോനെ, സെമീർ ഇതുവരെ ടൂറ് പോയിട്ടില്ലല്ലോ. ആയിക്കോട്ടെ, ഏതായാലും പുതിയാപ്പിളിൻ്റെ ഒപ്പം വന്നല്ലോ. വരൂ. പൊന്നു മോനെ, ഇപ്പൊ നമ്മളെ എവിടേക്കാ എത്തിക്കണത്? നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കണോ? അല്ലമ്മ, കാടൊന്നല്ല, കാട് പോലൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് ഉമ്മ. ഒരുപാട് കിളികളിൽ എത്ര പക്ഷികൾ, ലവ് ബേഡ്സുകൾ, അവർ മരച്ചില്ലകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് നന്നായിട്ട് പാറി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയില്ലേ. പാവം സമീർ എത്താനായാന്നാവും. പാവം അങ്ങനത്തെ കാഴ്ചയും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അല്ലാ, എന്താ ഇത് റഹ്മാനേ. പൊന്നു മോനെ, ഷാമോനെ അങ്ങോട്ടൊക്കെ സംസാരിക്കണ കിളിയുണ്ട് അവിടെ. നമ്മൾ എന്ത് പറഞ്ഞാലും സംസാരിക്കുമല്ലോ. എന്താ പൊന്നാരെ ഇതൊക്കെ ഓരോ റോബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അല്ലാ, മനുഷ്യന്മാരെ പോലെ സംസാരിക്കൂലേ. ഏതായാലും ഇവിടെ വന്നുകൊണ്ട് കുറേ കാഴ്ചകളൊക്കെ കാണാനായി. എൻ്റെ പൊന്നാര കുട്ടിയെ, ഇങ്ങനത്തെ സ്ഥലത്തുണ്ടാവില്ല ഈ കാലിനൊക്കെ മസാജ് ചെയ്യണ സാധനങ്ങളൊക്കെ, അതൊക്കെ ഇവിടെ ഉണ്ടാവോ? ഉമ്മ നോക്കാം. ഇതെന്താ നല്ല വിത്തുകൾ കുറച്ച് മോനെ, പച്ചക്കറിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കോളി ഉമ്മാൻ്റെ കുട്ടി. കണ്ടില്ല, നല്ല പൂക്കള വിത്തുകൊണ്ട് പച്ചക്കറിൻ്റെ ഒക്കെ ഉണ്ട്. ഉമ്മാൻ്റെ കുട്ടി കുറച്ച് വാങ്ങിക്കോട്ടോ, ഉമ്മ ഒക്കെ വാങ്ങാം. നല്ലൊരു ബെഡ്. ഞമ്മക്ക് ഇനിയിപ്പോൾ പുതിയ പേരെടുക്കുമ്പോഴേ ഓൾക്ക് ഇങ്ങനെ ഒന്ന് ഗിഫ്റ്റ് എടുത്താലോ സെമീറാക്കും ഉസ്താദിനൊക്കെ. നല്ല മട്ടത്തിലുള്ള ബെഡും കട്ടിലല്ലേ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പൊന്നു മോനെ, ഇത് നമുക്ക് ഒരെണ്ണം വാങ്ങണം കേട്ടോ. നമ്മളാ സോഫേൻ്റെ അടിയത്ത് ഒരു പൊടി എന്തൊക്കെ ഒന്ന് എടുക്കാനേ, അത് നല്ലതാണ്. ഇത് പൊടി എടുക്കണ മെഷീൻ, ഈ ഒരു മെഷീൻ ഉണ്ടായാൽ ഉമ്മാനെ കുട്ടിയൊന്ന് ഓർഡർ ചെയ്തിക്ക്. എന്നാൽ പിന്നെ നമുക്ക് നല്ല മട്ടത്തിന് എല്ലായിടത്തും പറ്റില്ലേ. കർട്ടൻമത്തെ പൊടി, അതുപോലെ തന്നെ ഫാനുമത്തെ പൊടി ഒക്കെ വലിച്ചെടുക്കാന്നാണ് പറഞ്ഞത്. ഏതായാലും ഇത് ഞാൻ കണ്ടേക്കണ്, റെജിൻ്റോടെ ഉണ്ട്. ഇത് കണ്ട് നിലത്തത്തെ പൊടി വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുക. കർട്ടൻമത്തതും അതുപോലെ നമുക്ക് കയ്യെത്താ ദൂരത്തിലുള്ള എല്ലാ പൊടി അതാ എടുത്ത് കാണിച്ചു തന്നെ. പൊന്നും മോനതൊന്ന് ഓർഡർ ചെയ്താലിട്ടോ. പെട്ടെന്ന് അതാ ഷമ്മാസ് ചോദിച്ചു, അല്ല ഇതിനിപ്പോൾ എങ്ങനെ? ഇപ്പോൾ നിങ്ങൾ 500 രൂപ കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി, പിന്നെ വീട്ടിലേക്ക് ഞങ്ങൾ വന്ന് കാണിച്ചു തരും. ഇത് എല്ലാത്തിനും പറ്റുന്നതാണ് കേട്ടോ, എല്ലാ പൊടി എടുക്കാൻ പറ്റുന്നതാണ്. മോനെ, ഷാമോനെ, നമ്മൾ കുട്ടികൾക്ക് കുറച്ച് ബുക്കൊക്കെ വാങ്ങുക, അതങ്ങനത്തെ കളിക്കോപ്പൊക്കെ. ഉമ്മ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നവാസ് പറഞ്ഞു, വേണ്ട എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഉമ്മാൻ്റെ കുട്ടിയെ, ഇങ്ങനത്തെ ഒരു മെഷീന് ഇതൊന്ന് വാങ്ങണം. എനിക്ക് കയ്യും കാലും നല്ല തരിപ്പാണ്. ഈ തരിപ്പ് ഇങ്ങോട്ട് ഒഴിവാക്കാനേ ഇങ്ങനത്തെ മെഷീൻ ഇങ്ങോട്ട് വെച്ചാൽ നല്ല സുഖണി. അക്യുപ്രഷർ ഉമ്മാൻ്റെ കുട്ടിയെ ഒന്ന് ഓർഡർ ചെയ്താണ്. കുട്ടിയെ, ഇതിനിപ്പോൾ ഒട്ടുവരെ പൈസ ഉണ്ടാ? ഇല്ലുമ്മ, കുറഞ്ഞ പൈസയേ ഉള്ളൂ, ഒരു 3000-4000 ഒക്കെ ഉള്ളൂ. അതിനകത്തൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളൊരു 500 രൂപ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിച്ച് തരാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യും. കാലിനൊക്കെ എന്തൊക്കെ മസിൽ പെയിന്, അതുപോലെ കാലിന് മുട്ടിന് വേദന, എന്തൊക്കെ തന്നെയാണെങ്കിലും. മോനെ, എനിക്കിടത് കണ്ടിട്ട് വല്ലാത്തൊരു പൂതി. എനിക്ക് എൻ്റെ കാലിൻ്റെ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് നീച്ചാനും നടക്കാനും കഴിയൂലല്ലോ. ഇരുന്നാൽ പിന്നെ ഇങ്ങോട്ട് നീച്ചാൻ കഴിയൂല. ഉമ്മാൻ്റെ കുട്ടി, ഇതൊന്ന് ഓർഡർ ചെയ്താളേ. ഏതായാലും ഉമ്മാക്ക് നല്ലൊരു പ്രഷർ
സാധനം തന്നെ സെറ്റാക്കി. പൊന്നു മോനെ, പുറം വേദനക്കും എല്ലാത്തിനും പറ്റുമല്ലോ. പുറത്തുള്ള വേദനക്കാണെങ്കിലും കൈകാലിനാണെങ്കിലും ഏത് വേദനക്കും, മൈഗ്രെയിന് വരെ നെറ്റിമ്മൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മൈഗ്രെയിൻ എല്ലാ വേദനയും പോകുന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉമ്മയുടെ ഇഷ്ടപ്രകാരം അത് ഉമ്മാക്ക് ഒന്ന് ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. തലവേദനൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പൊന്നു മോനെ അങ്ങോട്ട് നോക്ക് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു മൈഗ്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് ഞമ്മക്ക് തന്നെ ആക്കേ കറണ്ടിനൊന്ന് കുത്തി കൊടുത്തു കണ്ട് വെച്ച് കൊടുത്താൽ തന്നെ ഇനി മുഖത്താണെങ്കിലും ഒക്കെ എന്ത് പെയിനും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. ആയിക്കോട്ടെ ഉമ്മ, ഇനി എന്താ ഉമ്മാക്ക് വേണ്ടത്? അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഷമ്മാസും നവാസും ഉമ്മയെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്നു. അക്യുപ്രഷർ തെറാപ്പി, അതെ, ഈ ഒരു മെഷീനിൽ പല ഐറ്റംസും ഉണ്ട്. ഐഷുമ്മക്ക് സന്തോഷമായി. പഠിച്ചോനെ, എൻ്റെ കുട്ടികൾ എന്നെ ഇവിടെയൊക്കെ എത്തിച്ചുകൊണ്ടല്ലേ എനിക്കിതൊക്കെ ഇവിടെയൊക്കെ കാണാനും വരാനൊക്കെ കഴിഞ്ഞത്. കാലിൻ്റെ അടിയിലും ചെയ്യേ കുട്ടിയെ. അത് ഉമ്മ, കാലിൻ്റെ അടിയിലുള്ള തരിപ്പ് കാര്യങ്ങൾ, ഷുഗർ ഉണ്ടായിട്ട് തരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ രക്തോട്ടം ഓടാനൊക്കെ രക്തോട്ടമൊക്കെ വളരെയധികം നല്ല രീതിയിൽ ഓടാനൊക്കെ ഉള്ള ഒരു മസാജറാണ് ഇത്. അങ്ങനെ അവർ നടന്ന് വീണ്ടും ഒരുപാട് തോൽച്ചെരുപ്പുകളുടെ ആ ഭാഗത്തെത്തി. മോനെ, ഉമ്മ ചെരുപ്പ് വേണോ? മോനെ, ഇതൊക്കെ എവിടുന്നാ കൊണ്ടുവരണത്? രാജസ്ഥാനോ? അത് ശരി, മലയാളം അറിയില്ല തോന്നുന്നുണ്ട്. പൊന്നുമോനെ, നല്ല തോൽച്ചെരുപ്പുകൾ കേട്ടാ. ഉമ്മക്ക് വേണോ അകത്തുനിന്നിടാനൊക്കെ? പൊന്നാര കുട്ടിയെ, അതൊന്നും ഇത് ആണുങ്ങളുടെ ആണല്ലേ, അപ്പുറത്ത് പെണ്ണുങ്ങളുടെ ഉണ്ട്. ഇതിപ്പോൾ രാജസ്ഥാനികളൊക്കെ ഇടുന്ന ചെരുപ്പല്ല. 1-2 കൂട്ട് വാങ്ങിക്കോ. എൻ്റെ പൊന്നാര കുട്ടി ഇങ്ങോട്ട് നോക്ക്. ഇത് പനഞ്ചക്കരയാണ്. പനഞ്ചക്കര എന്നൊക്കെ പറഞ്ഞേ, പാലക്കാടൻ കരിപ്പെട്ടി എന്നൊക്കെ പറയണേ, അതാണിത്. അല്ലോട്ട് ഇതിനെന്താ വില? ഇത് എല്ലാ അസുഖത്തിനും നല്ലതാണുമ്മ. അങ്ങനെ അതും വാങ്ങി ഒരുപാട് ബുക്ക് സ്റ്റാളിൻ്റെ അടുത്തെത്തിയപ്പോൾ ഷമ്മാസ് പറഞ്ഞു, ഉമ്മക്ക് ബുക്ക് വേണോ? പൊന്നാര കുട്ടി ഉള്ളത് വായിക്കാൻ തന്നെ നേരമില്ല. അല്ല, ഉമ്മ നല്ലോ പത്രം ആ തല മുതൽ ഈ തല വരെ വായിക്കുന്നതല്ലേ, നല്ല ഡിസ്കൗണ്ട് ഉണ്ട്, വേണേ വാങ്ങിക്കോളി. ഒന്നും വേണ്ട കുട്ടിയൊക്കെ ഇനി പഠിച്ചിനൊക്കെ ബുക്കും അക്ഷരമാലയൊക്കെ എടുത്തോ. ബാഗ് നമ്മളെ നുസൈബാക്കും അതുപോലെ തന്നെ സെമീറാക്കും ഇവൾക്കൊക്കെ ഓരോന്നും വാങ്ങിയാലോ, സൗദക്കൊന്നും. എൻ്റെ ഉമ്മ, അതൊക്കെ ഞാൻ അവരെ കൊണ്ടുവന്ന് അവർക്ക് പറ്റിയില്ലെങ്കിലോ? അല്ലട്ടി, അതൊക്കെ ഒന്ന് വാങ്ങിക്കോളി. കുട്ടികൾക്കൊക്കെ ഓരോ യശുവിനൊന്ന് വാങ്ങിക്കോ, അതുപോലെ മോൾക്കൊക്കെ ഒന്ന് വാങ്ങിക്കോളി. അങ്ങനെ അവർ സ്റ്റാളുകളിലെല്ലാം നടക്കുന്നു, ഉമ്മയും കൂട്ടി അവിടെയൊക്കെ. അല്ലുമ്മ, ഉമ്മ അത്ര നടക്കാറില്ലല്ലോ. പൊന്നു മോനെ ഇങ്ങോട്ട് നോക്കടാ, കുറേ ചിപ്സ്. നല്ല കണ്ടമാനം ചിപ്സ് ഉണ്ട് കേട്ടോ. ഇതെന്തൊക്കെ സംഭവങ്ങളുണ്ട്, പല സൈസ് എരുള്ളതും എരുമില്ലാത്തതൊക്കെ ആയിട്ട്. ഉമ്മ വേണോ? മോനെ, ആ മസാല ചിപ്സ് കുറച്ച് വാങ്ങിക്കോ, നല്ല എരും മുളകൊക്കെ ഉള്ളതേ. മസാല ചിപ്സും എല്ലാ ഐറ്റംസിലുള്ള ചിപ്സും ഉണ്ടല്ലോ. കൈപ്പങ്ങ പൊരിച്ചതുണ്ട്, ചേമ്പോണ്ട് വരെ ചിപ്സ്, അത് ചേമ്പാണ് പൊരിച്ച് വെച്ചേക്കണത്. 9 ഐറ്റംസ് ചിപ്സാണ് മക്കളെ ഈ കാണുന്നത്. മോനെ, കുറച്ചീച്ച വാങ്ങിക്കോ, നമുക്ക് ഓൽക്കൊക്കെ കൊടുക്കാമല്ലോ. എൻ്റെ ഉമ്മ, ഇവിടുന്ന് നമ്മളെ കാറിൽ സാധനം കൊള്ളോ? എനിക്ക് ഡൗട്ടാണ് കേട്ടോ. ഒന്നുമില്ല, ഉമ്മാൻ്റെ കുട്ടി വാങ്ങിക്കൂടി. കണ്ടില്ലേ, നല്ല സൈസ് എന്താ മിച്ചറോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ. കുറേ ഒന്ന് ബക്കറ്റിലൊക്കെ ആക്കി വെച്ചേക്കണ്. കുറച്ചീച്ചൊക്കെ വാങ്ങിക്കോളി, ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കിട്ടുള്ളൂ. പൊന്നു മോനെ, നല്ല അത്തറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല സ്പെഷ്യൽ മണ്ണുള്ളതാണ്. അതും വാങ്ങിക്കോ, കുട്ടികൾക്കും ഓൽക്കൊക്കെ വാങ്ങിക്കട്ടോ. അവിടുത്തെ കത്തിയൊക്കെ മൂർച്ച കെട്ടക്കണ് മോനെ, അതും കുറച്ച് വാങ്ങിക്കോ, 1-2 മറ്റേത് ഇടക്കിടക്ക് അവിടെ കത്തി മൂർച്ചയാക്കിയാലും മൂർച്ച കെടുകയാണ്. നല്ല കത്തിയാളൊക്കെ അവിടെ. പാത്രം കഴുകണ കുറച്ച് ഇങ്ങനത്തെ ശീലയും വാങ്ങിക്കും, അത് നല്ലോണം നന്നാകും. ചെറിയൊരു കമ്പിച്ചകിരിൻ്റെ ഒരു ഇതും ഇങ്ങനെ ഉണ്ടായിട്ടേ. എൻ്റെ ഉമ്മ, അതൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങാം, അതൊന്നും ഇവിടെ നിന്ന് വാങ്ങണ്ട കേട്ടോ. അല്ല മോനെ, ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകും, അതൊരു പുതുമ വേറെ തന്നെയല്ലേ നമ്മൾ നാട്ടിൽ നിന്ന്. ഇവിടെ എന്ന് വെച്ചാൽ കുറേ കണ്ടമാനം പാത്രങ്ങളും ഇതൊക്കെ ഉണ്ടല്ലേ മോനെ. ഉമ്മാക്ക് അല്ലെങ്കിൽ പാത്രം കണ്ടാൽ പിന്നെ ഒരു ആഗ്രഹമാണ്. അല്ല മോനെ, അതുകൊണ്ടൊന്നല്ല. മോനെ നവാസേ, മക്കൾക്കുള്ള വളയും മാലയെ കുറച്ച് എടുത്തോ, ഇതവിടെ കണ്ടമാനം ഉണ്ടല്ലോ. അല്ലുമ്മ, നിങ്ങൾക്ക് കുപ്പിവെള്ളം വേണോ? പൊന്നു മോനെ, കുപ്പിവെള്ളം കിട്ടിയൊരു കാലത്ത് എൻ്റെ എപ്പം ഉള്ളെന്ന്. എൻ്റെ ഒരു കൈമൽ സ്വർണ്ണവെള്ളം ഉണ്ടെങ്കിൽ മറ്റേ കൈമ എൻ്റെ എപ്പാക്കൊരു പൂതിയേനു കുപ്പിവെള്ളം ഇടിപ്പിച്ചാൻ. അപ്പോൾ ഞാൻ പറയും, എനിക്ക് കരിവള, ഒരു സൈസ് കരിവള ഉണ്ടല്ലോ, അതിമ്മ അങ്ങനെ കറുത്ത ഒരു സൈസ് സ്വർണത്തിൻ്റെ, അത് ഇവിടെ ഉണ്ടാകുന്നാവല്ലേ. ഉമ്മ നോക്കി, നമുക്ക് നോക്കാം. കരിവള ഉമ്മക്ക് വേണ്ടത്? അങ്ങനല്ല, നല്ല രസമാണ് അത്. പണ്ട് ചെട്ടിച്ചാലെടുത്തുനിന്നൊക്കെ എടുക്കേനു ആ കരിവള. ഇതാ മോനെ, ഇവിടെ ഈ സൈഡിലുണ്ട്.
ഉമ്മ കമ്മൽ വേണം. എൻ്റെ പൊന്നാര കുട്ടിയെ പൊന്നിടാപ്പം നേരമില്ല. അപ്പോഴാണ് ഇപ്പോൾ കമ്മൽ അതൊന്നും വേണ്ട, കാതൊക്കെ തൂങ്ങും. കുട്ടികൾക്കുള്ള മുടിമുടുന്നതോ ഇതാണ് മോനെ ഞാൻ പറഞ്ഞ കരിവള. അത് ഉമ്മാൻ്റെ കുട്ടി ഒരു 12 വാങ്ങിക്കോളി. എൻ്റെ എപ്പോഴുള്ള കാലത്ത് ഇത് എനിക്ക് വാങ്ങി തന്നീനു. വലിയ പൂതിയേനു ഞാൻ കുപ്പിവളം ഇടുന്നത്. എന്നോട് പറയും പൊന്ന് കുറച്ചുകൊണ്ട് ഊരി വെച്ച് കണ്ട് കുപ്പിവളം ഇട്ടാളാന്ന് പറയും. അത് വലിയൊരു തൃപ്തിയേനു. അതിങ്ങനെ 2 കൈമേലിട്ടാൽ ഏറെ രസമാണ്. എന്തോരം ചൊറുക്കുള്ള കുപ്പിവള. എൻ്റെ പൊന്നാര കുട്ടികളെ എന്നെ ഇവിടെ കൊടുന്നോണ്ട് ഇതൊക്കെ എനിക്ക് കാണാനായിട്ടോ. പണ്ടത്തെ ഓർമ്മകൾ റബ്ബേ എന്ത് രസേക്കാരൂ. ആ കുപ്പിവള കൈമ ഇങ്ങനെ നിറച്ചിട്ട് കഴിഞ്ഞാൽ എനിക്കടാ പൂതി. അണുമാൻ്റെ കുട്ടി കുറച്ച് കഴിഞ്ഞ് ഓൾക്ക് കാണാനാവും. ഉമ്മ അവരൊന്നും കുപ്പിവള ഇടൂലമ്മ. ഏതായാലും ഉമ്മയുടെ ഇഷ്ടത്തിന് എല്ലാം വാങ്ങി. ഉമ്മാക്ക് അതെല്ലാം കണ്ടിട്ട് പൂതി തീരുന്നില്ലായിരുന്നു. അതെ, മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ അവിടെയുള്ള എല്ലാ സാധനങ്ങളും കാണുകയാണ്. പറ്റുന്നൊക്കെ ഇത് മോനെ പപ്പടാണ് പറഞ്ഞേ. ആ ഉമ്മ എല്ലാ പപ്പടങ്ങളും ഉണ്ട്, എല്ലാവർക്കും കഴിക്കാനും കൊടുക്കുന്നുണ്ടല്ലോ. ക്യാരറ്റ് പപ്പടം, അതുപോലെ തന്നെ പല ടൈപ്സിലുള്ള എല്ലാ ടൈപ്സിലുള്ള പപ്പടങ്ങളും. ഉമ്മ ഇത് കുറച്ച് വാങ്ങിക്കോ, നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോഴൊക്കെ ഒന്നേ പൊരിച്ച് ഇതാക്കാനേ. പുതിന പപ്പടം എല്ലാ സൈസുള്ള പപ്പടം ഉണ്ട്. ഉമ്മാൻ്റെ കുട്ടിയെ ഇതിനൊക്കെ കുറഞ്ഞ വില കൊള്ളു തോണ്ടില്ലേ. ഏതായാലും വന്നില്ല കണ്ട് ഒന്ന് വിളിച്ചു നോക്കും. ഞാൻ ഓല ഇവിടെ എത്തിക്കണം നോക്കാം. ഉമ്മ വിളിച്ചു നോക്കട്ടെ. ഉമ്മ ഫോണ് കിട്ടുന്നില്ല. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്തോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുകയോ ചെയ്തിരിക്കാം. അത് ചുരത്തിനുള്ളിലല്ലേ, റേഞ്ച് ഉണ്ടാവില്ല. ഷാമോനെ ഇങ്ങോട്ട് നോക്കടാ. എന്തമ്മ 19s മിഠായി ആണല്ലത്. പഴയ കാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തും ഒക്കെ ഉള്ള മിഠായി. നിങ്ങളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കാണാം പല സൈസ് തേനിലാവ്, പുളിയച്ചാറ്, പഴയ കാല എന്താ ഞാൻ വായിക്കുക, പഴയ കാല മിഠായികൾ. 19s മിഠായി എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കണ്. എല്ലാ സൈസും ഉണ്ട് കേട്ടോ. പുളിയച്ചാറ്, തേനിലാവ്, പൊടിയച്ചാറ്, മണിക്കൂർ മിഠായി, അങ്ങനെ പല സൈസും ഉണ്ടല്ലോ പൊന്നാര കുട്ടി. ഈ മത്തൻ മിഠായി നല്ല രസമുള്ള ഇതൊക്കെ കാണുമ്പോഴേ വല്ലാത്തൊരു പൂതി. എൻ്റെ പഴയ കാല സ്കൂളിലും മദ്രസിലും പഠിച്ചത് ഓർമ്മ വന്നു എൻ്റെ പൊന്നാര കുട്ടിയെ. ഈ പമ്പര മുട്ടായൊക്കെ എപ്പോഴും ഉണ്ട്. അതൊക്കെ ഇറങ്ങിക്കണ്. പഴയ കാലത്തുണ്ടായിരുന്ന കുട്ടികൾ അതൊക്കെ ഒരുപാട് വാങ്ങി കഴിച്ചിരുന്നു. പൊന്നു മോനെ നല്ല രസം കേട്ടോ കണ്ടിട്ട്. കുറച്ച് കുട്ടികൾക്ക് ഇതൊക്കെ വാങ്ങിക്കോളി. എന്നാലും പണ്ടത്തെ കാലത്ത് നല്ലോണം തിന്നീനു. ഇപ്പം ഒന്നും തിന്നൂലല്ലോ, കുട്ടികൾക്കൊന്നും പറ്റൂലല്ലോ. പുളിയച്ചാറൊക്കെ എന്ത് രസം, ഓറയും കൂടി കടിച്ചമിച്ച് തിന്നീനു. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. ഉമ്മക്ക് എന്ത് ചെയ്ത് വേണോ? കുറച്ചെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാളാം. പുളിയച്ചാറൊക്കെ ഒരു തൊള്ളിലേക്ക് ഇടാൻ പൂതിയാണ്. എൻ്റെ കുട്ടികൾ എന്നെ ഇവിടെ കൊടുന്നതുകൊണ്ടേ പഴയ കാലത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നുടാ. വല്ലാത്തൊരു പുതുമന്നെ. പണ്ട് സ്കൂൾക്കും മദ്രസക്കും പോണ കാലമാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. പണ്ടത്തെ കാലത്തെ പഴയ കാലത്തെ മുട്ടായും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ വല്ലാത്തൊരു ചൊറുക്ക്. പെട്ടെന്നാണ് അവർ അച്ചാറിൻ്റെ അടുത്തേക്ക് എത്തിയത്. ഷാമോനെ, നവാസ് ഇങ്ങോട്ട് നോക്കടാ, നല്ലോ അച്ചാറുണ്ടല്ലോ. ഇത് ഹോം മെയ്ഡ് പിക്കിൾസ് ആണല്ലേ, പെരയിൽ ഉണ്ടാക്കണേ. എൻ്റെ അമ്മ തൊള്ളിയിൽ വെള്ളം വേണം റബ്ബേ. ഇത് എന്തൊക്കെ അച്ചാറാണ്. മാങ്ങ, നാരങ്ങ, പുളിയച്ചാറ്, തേനെല്ലിക്ക. എന്താ ഷാമോനെ ഞാൻ കാട്ടത്. ഏതാ മാങ്ങ എനിക്ക് പുടിയരില്ല. ഉമ്മക്ക് പ്രഷർ കുറച്ച് കൂടുതലുള്ള അച്ചാറ് കൂട്ടാൻ പറ്റൂലല്ലോ. വെളുത്തുള്ളി അച്ചാറും മുളകച്ചാറും. എൻ്റെ പൊന്നാര കുട്ടിയെ എനിക്ക് തൊള്ളി വെള്ളം വരുന്നേ. അപ്പോൾ തന്നെ ഐഷുമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കൊടുക്കുന്നു. പെട്ടെന്ന് ശ്യാമും പറഞ്ഞു, അത് ഉമ്മക്ക് കുറച്ച് കൊടുത്താൽ മതി. അല്ല, ടേസ്റ്റ് നോയിക്കോട്ടെ. അതൊരു രാജസ്ഥാൻകാരന്. ഇതൊരു തുള്ളി. ഇതൊക്കെ പുളിയച്ചാറെണ്ണല്ലേ. ഇതൊക്കെ ഇങ്ങനെ കിട്ടുവയ്ക്കും. പണ്ടൊക്കെ പാക്കറ്റിലേനു. വെളുത്തുള്ളി അച്ചാർ നോക്കട്ടെ. അപ്പോൾ തന്നെ വെളുത്തുള്ളി അച്ചാറും എല്ലാം ടേസ്റ്റ് നോക്കുവാൻ വേണ്ടി തുള്ളിച്ച് കൊടുക്കുന്നുണ്ട്. വല്ലാത്ത ആദ്യ അച്ചാർ റബ്ബേ. തൊള്ളിയും കൊണ്ട് വെള്ളം വന്നിട്ട് നല്ല ചാതുണ്ട് കുട്ടിയെ, നല്ല ചാതുണ്ട്. ഷാമോനെ, കുട്ടി കുറച്ച് വാങ്ങിക്കോളി. ഇവിടെ ഉണ്ടല്ലേ അങ്ങനത്തെ സൈസ് മുട്ടായികളൊക്കെ. അതൊന്നും വേണ്ടേ, അതൊന്നും നമുക്ക് മധുരം വല്ലാതെ പോവില്ല. ടേസ്റ്റ് നോക്കിക്കോളിമ്മ. അങ്ങനെ അവർ അതെല്ലാം ടേസ്റ്റ് നോക്കുന്നു. ഉമ്മക്ക് വയറ് പറഞ്ഞില്ലേ, ഉമ്മക്ക് അച്ചാർ കണ്ടതിൽ വീഴണം. ഉമ്മയുടെ ഡോക്ടർ പറഞ്ഞിട്ടില്ല ഉമ്മ അച്ചാർ കഴിക്കരുത് എന്ന്. എൻ്റെ പൊന്നാര കുട്ടി പൂതിയുള്ളേ പിന്നെ തിന്നാതെ ഇപ്പം എത്ര വെച്ചിട്ട് എന്തായാലും മരിച്ചു പോകേണ്ട തടിയാണ്. അല്ലൊട്ടി ഇതിപ്പോൾ എന്താ കാട്ടിക്കൂട്ടണത്? എന്തുമ്മാക്ക് നിൽക്കണോ? അല്ല, ഇതെന്ത്? അത് നിങ്ങൾ വേറെ ലോകത്തിലെത്തിക്കും. ഇതിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങളൊരു നൂലുപാലത്തും കൂടെ പോണ പോലെ തോന്നും. കണ്ടില്ല ആ കുട്ടി കാട്ടണത്?
പൊന്നു മോനെ പാവേ അത് പേടിച്ചിക്കണ് കേട്ടോ. ആ ആ ആ അതാ നൂല് കാണുന്ന മുഴുവൻ വലിയ ഉയരത്തിൽ നൂല് പാലത്തും കൂടെ പോണേ പോലൊക്കെ തോന്നുന്നു. അതെ ഇപ്പൊ വീഴും തോന്നും എന്നൊക്കെ തോന്നും. പഠിച്ചോനെ ഉമ്മ കയറണോ? കണ്ടില്ലേ മെല്ലെ മെല്ലെ നടക്കണ്. ഓനിപ്പോൾ വേറെ ഏതോ ഒരു ലോകത്താണ്. കണ്ടോ പിടിച്ച് മെല്ലെ കൊണ്ടുപോകുന്നുണ്ട് മറ്റേ ആള് ശരിക്കും വൈബ് ആസ്വദിക്കാൻ. മോനെ എനിക്ക് കയറാൻ വലിയ പൂതിയുണ്ട്. എൻ്റെ ഉമ്മ ഇങ്ങളെങ്ങാനും വീണ് എന്തെങ്കിലും വീഴാണെങ്കിൽ മോനെ വെടുക്കല്ലേ. അല്ലുമ്മ നല്ല ഉയരത്തിൽ കൂടെ നടക്കണ പോലെയൊക്കെ തോന്നും. കണ്ടോ കണ്ടോ പേടിച്ചിട്ട് വീഴാൻ പോണത്. അല്ല അല്ല ഓ പാവ ആ കുട്ടിനെ പിടിച്ചിട്ടുണ്ട്. കാരണം അത്ര പേടിയുണ്ടേനേ. നമ്മളെ പുറകോട്ടൊക്കെ വന്ന് എന്തൊക്കെയോ ഉപദ്രവിക്കണ പോലെയൊക്കെ തോന്നും. അതാണ് കണ്ടില്ലേ. ഓ അല്ല എൻ്റെ റബ്ബേ പഠിച്ചവനെ വല്ലാത്തൊരു പുതുമ. ഉമ്മാക്ക് ഐഷുമ്മ കയ്യിൽ ആ യന്ത്രം വെച്ച് അല്ല പഠിച്ചവനെ നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് ഇനിയും ഉമ്മയോ വേണം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ആ മെഷീനിലൊന്നും കയറ്റണില്ല. ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ ഉമ്മാനെ കുറച്ചും കൂടി കാണണം. അവിടുന്ന് എൻ്റെ കുത്തി മറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിലേ പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഉമ്മാക്കൊരു കുഴപ്പമില്ലാതെ കൊണ്ടുവന്ന് അതുപോലെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ അതാ അവർ അവിടെ നിന്നൊക്കെ പോയി. ഇവിടെ നല്ല ഐറ്റംസ് ഒരുപാട് ക്യാഷ്യൂ വർക്കികളൊക്കെ ഉണ്ട്. ഊട്ടി സ്പെഷ്യൽ വർക്കിയും അങ്ങനെ പല പല ഐറ്റംസിലുള്ളതും. ഉമ്മ പറഞ്ഞു എല്ലാം കുറച്ചീച്ച വാങ്ങിക്കൊള്ളിഞ്ഞ് വരൂല ഉമ്മ മതി. ഐഷുമ്മക്കാണെങ്കിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഒന്നായിട്ട് വാങ്ങണം അതായിരുന്നു ആഗ്രഹം. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഐഷുമ്മ വളരെയധികം സന്തോഷിച്ചു. വയനാട് ഫ്ലവർ ഷോയിലൊക്കെ വന്ന് നല്ല പൊരിക്കടിയും ചായയൊക്കെ അതാ കുടിക്കുന്നു. മോനെ നല്ല മുളക് ബജ്ജി കോളിഫ്ലവറൊക്കെ അത് പൊരിക്കണേ. ഉമ്മ അതൊക്കെ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ എന്നാലും കുറച്ച് തിന്നൊക്കെ ചെയ്യാം. എന്തൊക്കെ തന്നെയായാലും മൂപ്പര നല്ല മട്ടത്തിൽ നല്ല ചൂടോട് കൂടി ഞമ്മക്ക് എടുത്തു തരണേ. അങ്ങനെ അത് ഷമ്മാസും നവാസും ഉമ്മയും കൂടി കുറച്ച് മുളക് ബജിയും അതുപോലെ കുറച്ച് കോളിഫ്ലവറും എല്ലാം വാങ്ങി. ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് ഉമ്മ വീണ്ടും ചോദിച്ചു, പൊന്നു മോനെ വിളിച്ചു നോക്ക് എത്തിയോന്ന്. ആ ഉമ്മ ഞാൻ വിളിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ ഷമ്മാസ് വിളിച്ചു നോക്കി. ഹലോ, ആ അവസാനത്തെ 9ാമത്തെ വളവിലാണ്. ആ ആയിക്കോട്ടെ ഉമ്മ ഇതാ എത്തിത്തുടങ്ങി. ഇനിയിപ്പോൾ അധികം ദൂരമല്ലല്ലോ. ഇനിയിപ്പോൾ വൈത്തിരി കഴിഞ്ഞ് നേരം ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ല. ആ മോനെ എന്നിട്ട് ചായ കുടിച്ചാൽ മതിയോ? അല്ല ഇപ്പം ഉമ്മ കുടിച്ചോളി, ചായ അവർക്ക് വാങ്ങിക്കൊടുക്കാമല്ലോ. എന്തായാലും അവരുടെ ഹണിമൂണല്ലേ, അപ്പോൾ നമുക്ക് അവർക്ക് നല്ല റിസോർട്ടും സെറ്റായി കൊടുക്കണ്ടേ ഉമ്മ. ആ മോനെ നല്ലൊരു സ്ഥലത്ത് റിസോർട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു ചിലവും അവർ വഹിക്കരുത്, അതൊക്കെ എൻ്റെതാണ് കേട്ടോ പൊന്നു മോനെ. അങ്ങനെ അതാ ഐഷുമ്മ നല്ല കോളിഫ്ലവറും നല്ല ബജിയും ഒക്കെ കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നാലും സെമീർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി. ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഉമ്മ അത് കണ്ടത്. പൊന്നു മോനെ അങ്ങോട്ടോക്കെടാ, എടാ ആ യന്ത്രൂഞ്ഞാലിലൊന്ന് കയറി വെക്ക ഞമ്മക്ക്. എൻ്റെ ഉമ്മ ഐഷുവിന് പറ്റിയ ഒരു വണ്ടിയൊക്കെ ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് ഗെയിം കളിക്കണോ? ഗെയിമോ? ആ ഉമ്മ ആ ബോളയിലിട്ട് കിട്ടു കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും. ഗിഫ്റ്റ് ഒന്നും വേണമെന്നില്ല, ഒന്ന് കളിച്ചു വെക്കാലോ. ഉമ്മയുടെ ഒരു ആഗ്രഹമല്ലേ ഷമ്മാസെ, സാധിപ്പിച്ചു കൊടുക്ക്. ഉമ്മക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. അതിൽ ഉമ്മ പറഞ്ഞു, മോളെ ഞാൻ കളിക്കാം, കിട്ടുകയാണെങ്കിൽ ഗിഫ്റ്റ് മോള് വീട്ടിൽ കൊണ്ടുപോയിക്കോണ്ടി. അതെ, ഐഷുമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ആ പെണ്ണ് ചിരിച്ചു പോയി. ആ ഇതും കിട്ടുമോ? ഇതൊക്കെ മോള് കൊണ്ടുപോയിക്കൊണ്ടിട്ടോ വീട്ടിക്ക്, ഞാൻ ഒന്ന് കളിച്ചു നോക്കട്ടെ. അങ്ങോട്ടോക്കട്ടെ മോനെ. ആ ഇതെന്താ വെടിയൊക്കെ? ഉമ്മ അത് വെടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ബലൂൺ എന്താ പൊട്ടിക്കണം എന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാ ഇവിടെ ഗിഫ്റ്റ് ഇതാ ഇവിടെ ഒരുപാട് ഇരിക്കുന്നുണ്ടല്ലോ. പൊന്നു മോനെ ഐഷുവിനൊക്കെ ഞമ്മക്കേ ഇതിൽ കയറ്റണം കേട്ടോ. എൻ്റെ ഉമ്മ നിങ്ങൾക്ക് ഇതിൽ എയിലാണ് കയറേണ്ടത്. എയിൽ വേണമെങ്കിൽ ഞാൻ കയറ്റിത്തരും. പൊന്നാര കുട്ടി അതിലൊക്കെ കയറാൻ നല്ല പൂതിയുണ്ട്. ഇപ്പോൾ തല കറങ്ങുമോ എന്നുള്ളൊരു പേടിയാണ്. അല്ലെങ്കിൽ ഉമ്മക്ക് ഇതിൽ കയറിയാലോ? ഐഷുമ്മയും ഷമ്മാസും നവാസും കൂടെ ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരതിൽ കയറുന്നു.
പൊന്നു മോനെ, എന്താ രസല്ലേ. ഉമ്മ എൻജോയ് ചെയ്യേ നല്ലോണം. പ്രായമായെന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരിക്കല്ലേ വേണ്ടത്. അതെ, മക്കളുടെ കൂടെയൊക്കെ ഇങ്ങനെ എൻജോയ്മെൻറ്റ് ഒക്കെ ചെയ്യുക. എന്നെങ്കിൽ തന്നെ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ. മോനെ വയ്യ പറഞ്ഞെടുത്തില്ല അവർക്ക്. ആ ഉമ്മ മോനെ, കുട്ടികൾക്കുള്ളതൊക്കെ ഇവിടെ ഉണ്ടല്ലേ. എല്ലാവരും ഒന്ന് കൊടുന്ന് കയറ്റണം. എത്ര ദിവസം ഉണ്ടാവും എന്നല്ലേ ഉമ്മ? അത് ഡിസംബർ 31 വരെ ഉണ്ട്. അത്രയും ദിവസം ഇവിടെ വരാം ഉമ്മ. അത്രയും ദിവസം ഉണ്ടല്ലോ മോനെ. മക്കളൊക്കെ ഒന്ന് കൊണ്ടുവരട്ടോ, എല്ലാവരും കൂട്ടിയിട്ടേ ഇതിലൊക്കെ ഒന്ന് ആടിപ്പിക്കേ മോനെ. ഞമ്മക്ക് അതിലൊന്ന് കയറിയാലോ, വലിയ തോണിയിലും വലിയ യന്ത്രൂഞ്ഞാലിലൊക്കെ ഒന്ന്. അത് വേണോ ഉമ്മ? അല്ല മോനെ, കയറി നോക്കൊന്ന്. അതിനിപ്പോൾ എന്താ? ആയിഷമ്മയുടെ ആഗ്രഹപ്രകാരം അതാ ഷമ്മാസും നവാസും റൈഡുകളിലെല്ലാം ഉമ്മയെ കയറ്റുന്നു. പെട്ടെന്ന് അതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. ഹലോ, ആ എത്തിയോ ഉമ്മ? അവരെത്തി തുടങ്ങിയിട്ടുണ്ട്. ആ നേരെ ഇങ്ങോട്ട് പോര്, കൽപ്പറ്റ. അതെ, ആ ബൈപ്പാസിന് ഭാഗത്തിന് അനൗൺസ്മെൻറ്റ് കേൾക്കാൻ കഴിയും, ഫ്ലവർ ഷോ. ആയിഷമ്മക്ക് സന്തോഷമായി. പൊന്നു മോനെ, എന്നാ ഇനിയിപ്പോൾ അതിലൊന്നും കയറൊന്നും വേണ്ട, ഞമ്മക്ക് ഓല് വരട്ടെ. അല്ല മോനെ, റിസോർട്ടിൻ്റെ കാര്യം എന്തായി? ഉമ്മ അത് 2 ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ, കുറച്ച് അഡ്വഞ്ചറൊക്കെ ഉള്ളതാകുമ്പോഴാണല്ലോ അതിൻ്റേതായ ഒരു ഭംഗി. ആയിക്കോട്ടെ മോനെ, 2 ദിവസം ഓല് ഇവിടെ നിൽക്കട്ടെ. അല്ലമ്മ നമുക്ക് നിന്നാലോ? നമുക്ക് വേറെ റിസോർട്ടിലും നിൽക്കാം. അല്ലെങ്കിൽ ആ റിസോർട്ടിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും മോനെ, സത്യം പറഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി ആഘോഷിക്കട്ടെ. അതെ, അവർ നല്ല രീതിയിൽ ഒന്ന് ആരുടെയും ശല്യമില്ലാതെ അവർ ജീവിക്കട്ടെ. എന്തായാലും ഉസ്താദിനോട് ചോദിച്ചു നോക്കാം. എന്നാൽ അപ്പോഴേക്കും അതാ സമീറയും ഉസ്താദും ഐഷുവും അതാ അങ്ങോട്ട് എത്തുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ടൂർ വന്ന സമീറ അതെ ആ മനോഹരമായ കാഴ്ചകൾ കണ്ട് റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ, എത്ര ഭംഗിയാണ് റബ്ബേ ഇതൊക്കെ കാണാൻ. അല്ലാ, ഇക്ക കണ്ടോ, നല്ലോണം കൺകുളിർമയായിട്ട് കണ്ടോ. സമീറയും ഉസ്താദും ആ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഒരു നിമിഷം നോക്കി നിന്ന് പോയി. സമീറ, നിന്നെ പോലെ തന്നെ സുന്ദരമാണ് ഈ പൂക്കളും. ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ സമീറ ഒരു നിമിഷം പുഞ്ചിരിച്ചു പോയി. അപ്പോഴേക്കും ഷമ്മാസ് റിസോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു. അതെ, അവർ വരുമ്പോഴേക്കും നല്ല രീതിയിൽ റിസോർട്ടും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി അവരെ ഇവിടുന്ന് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതായിരുന്നു ഐഷുമ്മയുടെയും ഷാമോൻ്റെയും എല്ലാവരുടെയും പ്ലാനിങ്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ അവർ റിസോർട്ടിലേക്കുള്ള ആ ഒരു എൻട്രി അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമീറയാണെങ്കിൽ പൂക്കളുടെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ശരിക്കും പടച്ചവനെ സ്തുതിച്ചു പോവുകയാണ്. അല്ലാ, അൽഹംദുലില്ലാ, ഞാൻ ഇതുവരെ കാണാത്ത കാഴ്ചകളെല്ലാം എനിക്ക് നീ കാണിച്ചു തന്നല്ലോ. അല്ലാ റഹ്മാനേ, ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.